ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വൈഷുവിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഒരു ആൻറ്റിയുടെ കടയാണ്. അപ്പം അമ്മ ഇവിടെയാണ് തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നത്. അപ്പം അമ്മ ഇതുപോലെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ആൻറ്റി വിളിക്കും. അന്നേരം അമ്മ ഇതുപോലെ പോയിട്ട് തയ്ച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബ്യൂട്ടി പാർലറും ഉണ്ട്, അതുപോലെ തന്നെ തയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മിക്കവാറും ആൻറ്റി അടുത്താണ് മിക്കവാറും എല്ലാം പോകുന്നത്. നമ്മുടെ കല്യാണത്തിനൊക്കെ ആൻറ്റിയാണ് കേട്ടോ ഞങ്ങൾക്ക് മേക്കപ്പൊക്കെ ചെയ്ത് തന്നത്. അപ്പം ഞാനൊക്കെ ആദ്യം തൊട്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കേട്ടോ പോകുന്നത്. അപ്പം ത്രെഡ് ചെയ്യാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ ത്രെഡ് ചെയ്യും. ഞാൻ ആകെ 3-4 പ്രാവശ്യം എങ്ങാണ്ടേ ചെയ്തിട്ടുള്ളൂ. കല്യാണത്തിന് മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ വൈശിക ആയി കഴിഞ്ഞിടയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഞാൻ ത്രെഡ് ചെയ്യാറുള്ളത്. അപ്പം എനിക്കങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വളർന്നു കിടന്നാലും വലിയ വൃത്തികേടായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്കവാറും ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും, ഇങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ ആ സമയത്താണ് പോയി ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് ചെയ്തു. അനങ്ങല്ലേ മാവ, ഇങ്ങനെ നാക്കല്ലേ കേട്ടോ, ഇങ്ങനെ നാക്കല്ലേ, നേരെ അങ്ങോട്ട് നോക്കിയിരി. വൈഷുവിന് ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം നമ്മൾ മുട്ടയടിക്കാൻ തന്നെ നമ്മൾ കുറേ പാടുപെട്ടിട്ടാണ് ഞങ്ങൾ കുഞ്ഞിലെ അന്നൊക്കെ മുട്ടയടിച്ചത്. അപ്പോൾ ഇപ്പോഴും അവൾ കുറേ അടങ്ങിയിരിക്കുന്നൊന്നും പറഞ്ഞാലൊന്നും അവൾ കേൾക്കത്തില്ല കേട്ടോ. അവൾ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടാക്കുകയാണ് തലയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈരിയിട്ട് ആ ഒരു ഷേപ്പിൽ ഈരിയിടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. കുറേ പറയും അവൾ, എന്നാലും കേൾക്കത്തില്ല. ഇങ്ങനെ അനക്കി ഇരിക്കും കേട്ടോ. സ്കൂളിൻ്റെയാ ഈ പോളിടെക്നിക്ക് അതിന് ഒരുക്കാൻ വന്നിട്ട് വന്നതായി. ഇവിടെ ഇങ്ങനെ ആയി കിടക്കുന്നു. ആരായിരിക്കുന്നത്? അയ്യോ, പിഞ്ചു നോക്ക്. മുടി വെട്ടാൻ അങ്ങോട്ട് നോക്ക്. അപ്പോൾ വൈശുവിൻ്റെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ത്രെഡ് ചെയ്തായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഈ പിരിവൻ ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയുള്ളൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാത്തത്. വല്ലപ്പോഴുമൊക്കെ കല്യാണത്തിന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് വൈശിക്ക് 5-6 മാസമുള്ള സമയത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ വൈശിക്ക് 2 വയസ്സാവാറായി, ഇപ്പോഴാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്ക് എനിക്ക് നല്ല തലവേദനയൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ചിരിച്ചോണ്ടിരുന്നേ. അപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് വൈശു ഭയങ്കര കരച്ചിലായി കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നത് ഇഷ്ടമേ അല്ല. അപ്പോൾ ഇങ്ങനെ മുടി മുറിക്കാനും കൂടെ ആവുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ മുടി വീഴുന്നത് അവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ പോണൊക്കെയുള്ള കാര്യമാണ്. അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിൽ ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും മുടി കിടക്കുന്നത്. കുറച്ചുകൂടി വെട്ടണമെന്നുണ്ടായിരുന്നു, കുറച്ചുകൂടി നീളം കുറയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ അപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായിപ്പോയി. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വരുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അവളൊന്നും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നെങ്കിൽ വേണ്ട, അത്രയും മതി, ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെട്ടിയിട്ട്. പക്ഷേ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ ദേവുമൊക്കെ ലാസ്റ്റ് ടൈം വന്നിട്ട് പോയപ്പോഴും ഇതുപോലെ ഇവിടെ വന്ന് വെട്ടിയിട്ടാണ് കേട്ടോ പോയത്. അവളുടെ പക്ഷേ കുറച്ചുകൂടി ലെങ്ത് കുറച്ചിട്ടാണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മയ്ക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അമ്മ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് വന്നത്. ഏട്ടൻ കൊണ്ടുവിട്ടിട്ട് പോയി. അപ്പോൾ ഇനി ഏട്ടൻ വിളിക്കാൻ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അത് ഈ കറങ്ങുന്ന കസേരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നാളെ ഇതിനകത്തൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്ന് കറങ്ങിയൊക്കെ ചെയ്തു. പിള്ളേരുമായിട്ട് കുറേ നേരം കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ചെരുപ്പിടാനും നമ്മ എനിക്ക് ചെരുപ്പൊക്കെ എടുത്തോണ്ട് തരുന്നു കേട്ടോ.
അപ്പോൾ ദേവൊക്കെ വൈദുവിൻ്റെ മുടി വെട്ടാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്തേക്കാം. അപ്പോൾ അവളുടെ മുടി എങ്ങനെയാണ് വെട്ടിയതെന്ന് അറിയാമല്ലോ. അപ്പം അവളുടെ മുടി നന്നായിട്ട് ക്രോപ്പ് ചെയ്തിട്ടേത് കേട്ടോ. വൈഷുവിൻ്റെ അത്ര അങ്ങ് വെട്ടിയില്ല. അപ്പം ആദ്യം ഞങ്ങൾ ഒന്ന് വെട്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വെട്ടിയത്. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി നീളം കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവൾ ഭയങ്കര കരച്ചിലായതുകൊണ്ട് നമുക്ക് അത്രയും വെട്ടാൻ പറ്റിയില്ല കേട്ടോ. കുറച്ചും കൂടി വെട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ലൊന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അവൾക്ക് പിന്നെ പെട്ടെന്ന് മുടി കിളിച്ച് വരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.